ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഗ്രീൻ നക്ഷത്ര ടാരോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങളുടെ വ്യക്തി എവിടെയാണോ, നിങ്ങളുടെ കൂടെയുണ്ടോ അതോ നോ കോണ്ടാക്ട് സോണിലാണോ നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ദൂരെയാണോ, എവിടെയാണെങ്കിലും ഏത് സ്ഥിതിയിലാണെങ്കിലും ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പം നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്, അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ്. പിന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് അതും നമ്മൾക്ക് നോക്കാം. ഓക്കെ, എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും എനർജി കണക്റ്റ് ആവും. എല്ലാവരും എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലിനെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. സോ 2 പൈൽസ് ഉണ്ട്. ഇത് റെഡ് കളർ, ഇത് ഗ്രീൻ കളർ. ഇത് റെഡ് കളർ ഫസ്റ്റ് പൈൽ, ഗ്രീൻ കളർ സെക്കൻഡ് പൈൽ. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്, അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. ഓക്കെ, സോ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അത് നോക്കാം. അതേമാതിരി തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഏത് സിറ്റുവേഷനിലാണ് അവർ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കും ചിലവരുടെ കാര്യത്തിൽ പറഞ്ഞാൽ അവർ മീൻസ് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നത് മാതിരി കാണുന്നുണ്ട്. ചിലവരുടെ കാര്യത്തിൽ നോ കോണ്ടാക്ട് ഇതിലാണ്, ചിലവരുടെ കാര്യത്തിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നത് മാതിരിയാണ്. അവർ എന്തായാലും നിങ്ങളോട് തുറന്ന് പറയാൻ പോവുകയാണ്. നിങ്ങളും അവരും തമ്മിൽ മീൻസ് ഉള്ള സ്നേഹബന്ധങ്ങൾ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മീൻസ് നിങ്ങളെ ഏത് വിധത്തിലാണ് കാണുന്നത്, നിങ്ങളിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതേമാതിരി തന്നെ നിങ്ങളിൽ നിന്നിട്ട് ചിലവരുടെ ഇത് 1% ആൾക്കാരുടെ ഉണ്ടാവുമായിരിക്കും. ചിലവർ അത് അവരുടെ ഒരു ടൈം പാസ്സായിട്ട് കാണുന്നതായിട്ടും കാണുന്നുണ്ട് ചിലവരുടെ കേസിൽ. ഓക്കെ, ഇതിൽ 3 സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, രണ്ടാമത്തത് മീൻസ് ചിലവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നത്, ചിലവർ ഇതിൽ പിന്നെ മൂന്നാമത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിലും അത് അവരുടെ ചിലവരുടെ കാര്യത്തിൽ 1% or 2% ആൾക്കാരുടെ കാര്യത്തിൽ അവർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ടൈം പാസ് മാതിരിയാണ്. ഇത് സോറി ടു സേ ഫ്രണ്ട്സ്, ഇത് എനിക്ക് പറയേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് അറിയിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീൻസ് അത്ര ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ആ വ്യക്തി. അതേമാതിരി തന്നെ ആ വ്യക്തി കുറച്ച് സീരിയസ് ആണെങ്കിൽ പോലിട്ടും അവരുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർ നിങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ വിചാരിക്കേണ്ടോ ഞാൻ എന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെടണം, ഞാൻ എന്തിനാ ഇത്രയൊക്കെ ടെൻഷൻ എടുക്കണം, അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ മീൻസ് അധികം ആ റിലേഷൻഷിപ്പിൽ പോവാതിരിക്കുന്നതല്ലേ, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇടയിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കൂടുന്നത് അത്ര ഇഷ്ടമല്ല. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മീൻസ് അവരുടേതായിട്ടുള്ള ചില ഇതുണ്ട്. മീൻസ് അവർക്ക് നിങ്ങളും അവരും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട്, അവരുടെ കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ അവർ നിങ്ങളും അതേമാതിരി തന്നെ നിങ്ങളെ വ്യക്തിയുമായിട്ട് കൂടാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അടുക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസാണ് വരുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് ആരാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് ആ പേഴ്സൺ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ
ഒറ്റയ്ക്കാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രഗിൾ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെയും ഒരു സപ്പോർട്ടിങ് എനർജി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടിങ് എനർജി നിങ്ങളിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയണം, എന്നാലേ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടുപേരുടെ ഇടയിൽ നോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തി അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെ കൺവിൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു പ്രയത്നം, അത് ആ വ്യക്തി ചെയ്യുന്നില്ല. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ കൂടെ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളോട് കൺവിൻസിങ് ഒരു എനർജി ഉണ്ടല്ലോ, അത് ആ വ്യക്തിയുടെ അടുത്ത് കാണുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കൺഫ്യൂസിങ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഇടയിലൊക്കെ കാണുന്നത്. നിങ്ങൾക്കും തോന്നുന്നുണ്ടാവുമായിരിക്കും ഇത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ. ചിലവർക്ക് തോന്നുന്നുണ്ടാവുമായിരിക്കും നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്നുള്ളത്. പക്ഷെ നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് ചില സമയത്ത് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് മാതിരിയാണ് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് അത് ഞാൻ പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ശരിക്കും നീ പറഞ്ഞിട്ടില്ലേ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കൺവിൻസിങ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടല്ലോ, അത് രണ്ടുപേരുടെ ഇടയിലും കുറേയൊക്കെ അങ്ങോട്ട് ഇതാവുന്നുണ്ട്. അപ്പോൾ അത് എന്ത് സിറ്റുവേഷൻ ആണെന്നുള്ളത് എനിക്കിവിടെ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടി ഉണ്ട്, കുറേ പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അസൂയപ്പെടുന്നവരും ഉണ്ട്. അവർ നിങ്ങളെ അത്രയ്ക്ക് കൂടാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ശരി, ആ വ്യക്തി കുറേ പീസ്ഫുള്ളായിട്ട് ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് നോക്കുകയാണ്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിലും അല്ല നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും അത്രയ്ക്ക് ഒരു ഇത് എഫേർട്ട് എടുക്കാത്ത മാതിരി കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ ആൾ കൂളായിട്ടാണ് ഇരിക്കുന്നത്. ആൾക്ക് അത്ര ടെൻഷനൊന്നുമില്ല. ടെൻഷൻ മുഴുവൻ എടുക്കുന്നത് നിങ്ങളാണെന്നാണ് തോന്നുന്നത് ഇവിടെ. അപ്പോൾ ആൾ സത്യം പറഞ്ഞാൽ കൂളായിട്ടിരിക്കണം. എന്താന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി എന്താ വിചാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടാവും. ആ വ്യക്തി ശരിക്കും ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ ആ വ്യക്തി വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ഡിവൈൻ ടൈമിംഗ് ഉണ്ട്, ആ ടൈമിങ്ങിൽ എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കും. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് നോക്കാം, അല്ലെങ്കിൽ ഏഞ്ചൽ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരണത് എന്നൊക്കെ. ഈ സിറ്റുവേഷനിൽ ഏഞ്ചൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരണമെന്ന് നോക്കാം. ഓക്കെ, ഏഞ്ചലും നിങ്ങളോട് പറയണത് അത്രയ്ക്കൊന്നും നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി തന്നെ ഇതിൽ നോക്കൂ, ആ വ്യക്തി ഞാൻ പറഞ്ഞില്ല, ആ വ്യക്തി കുറച്ച് കൂളായിരിക്കുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തി കുറേയൊക്കെ സറണ്ടർ ചെയ്യുകയാണ്. ആ സിറ്റുവേഷനിലെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേയൊക്കെ അങ്ങനെ കളിയാക്കി അല്ലെങ്കിൽ തട്ടി മാറ്റുകയാണ്. അപ്പോൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കും തരുന്ന ആൻസർ അതാണ്. നിങ്ങളും കുറച്ചൊക്കെ മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനെപ്പറ്റി മാത്രം അങ്ങനെ വിചാരിച്ചിട്ട് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ എടുക്കാതിരിക്കുക. ഇവിടെ പറയണത് അതാണ് പറയണത്, നോ നീഡ് ടു വറി. അതാണ് ആ സമയം, ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിൽ എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കും. അതിനു മുമ്പ് നിങ്ങൾ കുറച്ച് ബാലൻസ് ആവണം. പറഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക, അല്ലെങ്കിൽ ശരിക്കും നടക്കാൻ പോവുക, അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ സമയമാണ്, അതേമാതിരി തന്നെ റംസാൻ സമയമാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ശരിക്കും പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഈശ്വരനോട് ചോദിച്ചു നോക്കൂ, എനിക്ക് എന്ത് വഴിയാണ് നിങ്ങൾ കാണിച്ചു തരണതെന്ന്. അപ്പോൾ ആ വഴിയിൽ നടക്കാൻ നോക്കുക. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഈ സെക്കൻഡ് പൈൽ ഗ്രീൻ കളർ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത്
അവരുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്, അതേമാതിരി തന്നെ അതിന് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽ തരണത് എന്ന് നോക്കാം. ഓക്കെ, സോ സെക്കൻഡ് ഫയൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് മീൻസ് നിങ്ങളായിട്ട് നല്ല ഒരു സ്നേഹമാണ് അവർക്കുള്ളത്. പക്ഷേ അവരിപ്പോൾ അവരുടെ മീൻസ് ബോട്ടം ഓഫ് ദ ഡെക്ക് ഈസ് ക്വീൻ ഓഫ് കപ്സ്. ഇതിലിവിടെ എന്താ പറയണതെന്ന് പറഞ്ഞാൽ 2 ക്വീനാണ് വന്നിരിക്കുന്നത്. കണ്ട, ഇമോഷണലുമാണ്, അതേമാതിരി തന്നെ ഫയറും ഉണ്ട്. നിങ്ങളെ ശരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണ് മീൻസ് അങ്ങനെ കല്യാണം കഴിക്കണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കല്യാണം കഴിക്കണം, പെട്ടെന്ന് നമ്മളുടെ ഇത് വീട് മീൻസ് ഒരു ഫാമിലി തുടങ്ങണം, അങ്ങനെയൊക്കെയുള്ള മീൻസ് എനർജിയാണ് നിങ്ങളുടേത്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റേതും അങ്ങനെയാണ്. പക്ഷേ എന്നാൽ കൂടെ നിങ്ങളുടെ പേഴ്സൺ പ്രൊഫഷണലായിട്ട് മീൻസ് ഒരു ഇതിൽ മീൻസ് ഒരു പ്രൊഫഷണൽ ഇതിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻസിൻ്റെ എന്താ പറയുക ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അതേമാതിരി തന്നെ നല്ല പൊസിഷനിലെത്താൻ വേണ്ടിയിട്ട് അതേമാതിരി തന്നെ എനിക്ക് തോന്നുന്നു ആ പേഴ്സൺ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ PG ചെയ്യാനോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിലേക്കൊക്കെ കുറേയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാതിരിയാണ് കാണുന്നത്. പക്ഷേ എന്തായാലും നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ ലവ് ആണ്, ഒരു ഡിവൈൻ എന്താ പറയുക ഒരു മാതൃകമായിട്ടുള്ള ഒരു സ്നേഹമാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കാണ് ചെയ്യണം. മീൻസ് ആ പേഴ്സൺ ഒരു പൊസിഷനിലെത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗ്ലിങ്ങിലാണ് ഇപ്പോൾ. പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാതിരി മീൻസ് പെട്ടെന്ന് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വീട് ഉണ്ടാക്കണം, അതിനൊക്കെ വേണ്ടിയിട്ട് മീൻസ് എനിക്ക് തോന്നുന്നു ആ പേഴ്സൺ ആദ്യം വീട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫ്ലാറ്റ് മേടിച്ചിട്ട് പിന്നെ നിങ്ങളെയും കൊണ്ട് ആ ഫ്ലാറ്റിൽ കയറണം, അല്ല നിങ്ങളെയും കൊണ്ട് ആ പുതിയ വീട്ടിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രഗ്ലിങ് ഇതിലേക്കാണ് കാണുന്നത്. അപ്പം നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ ആ ഇതുണ്ടല്ലോ മീൻസ് നിങ്ങൾ പെട്ടെന്ന് വേണമെന്നുള്ള ആ ഒരു ഇത് അതിനെ ചെവിക്കൊള്ളുന്നില്ല. മീൻസ് ആ പേഴ്സൺ പറയണത് നടക്കും, നമ്മളുടെ കാര്യം നടക്കും, നമ്മൾക്ക് കല്യാണം കഴിക്കാം, നമ്മൾക്ക് ഇതാവാം. മീൻസ് അത് ഫീമെയിലും ആവാം മെയിലും ആവാം. ചിലപ്പോൾ ഫീമെയിൽ പേഴ്സൺ നിങ്ങളുടെ മീൻസ് പേഴ്സൺ ആയിരിക്കും. ആ പേഴ്സൺ ചിലപ്പോൾ വല്ല എക്സാമൊക്കെ എഴുതിയിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആളായിരിക്കാം. അതേമാതിരി തന്നെ എന്തൊക്കെയാണെങ്കിലും ശരി നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ആ പേഴ്സണ് നിങ്ങളോടുള്ളത്, തിരിച്ച് നിങ്ങൾക്കും. അതേമാതിരി തന്നെ നിങ്ങൾക്ക് എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക ഈശ്വരന്മാരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നോക്കാം എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതേമാതിരി തന്നെ ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം കുറച്ചുകൂടെ ഇതായിട്ട്. ആക്ച്വലി ഫ്രണ്ട്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഫൈനാൻസിൻ്റെ ഇതിലാണ് മീൻസ് ഞാൻ പറഞ്ഞില്ല അവരുടെ കരിയറിലേക്കാണ് കൂടുതലും ചിന്തിക്കുന്നത്. അതേമാതിരി തന്നെ ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ നിന്നിട്ട് മാറിപ്പോണം എന്നാണ് ആഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് വെക്കണം എന്നോ അല്ലെങ്കിൽ അതേമാതിരി തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനിലാണ്. അത് കല്യാണം കഴിക്കണം എന്നുണ്ട്, പക്ഷേ ഒരു നല്ല പൊസിഷനിലെത്തിയിട്ട് അല്ലെങ്കിൽ അത് നല്ല ഒരു ഇതായിട്ട് മീൻസ് ആ വ്യക്തി മീൻസ് ഇതിൽ
നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ കരിയറിൽ നല്ല ഒരു പൊസിഷന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സ്ഥലം മാറിപ്പോവുകയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജോബ് എന്താണോ അതിൽ നിന്നിട്ട് മാറിപ്പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലായിട്ട് പിന്നെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് മീൻസ് നമ്മളുടെ പുതിയ വീട്ടിലേക്ക് പോവുക അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷനിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, അപ്പോൾ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ആക്ച്വലി നിങ്ങൾ ധൃതി കൂട്ടിയാലും ആ പേഴ്സൺ അത്രയ്ക്ക് ഇതാകുന്നില്ല, മീൻസ് ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ്, ഇപ്പോൾ നിങ്ങൾ ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നോട്ട് ദ റൈറ്റ് ടൈം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ആക്ച്വലി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഹെൽത്ത് വൈസും കുറച്ചൊരു വീക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോഴും. അതേമാതിരി തന്നെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള സമയമല്ല. അപ്പോൾ ആ ശരിയായിട്ടുള്ള സമയം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കും എന്നാണ് പറയണത്, എന്നാണ് ഏഞ്ചൽ നിങ്ങൾക്ക് തരണം ഇത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊക്കെ പോസിറ്റീവ് ആയിരിക്കുക, നിങ്ങളെ സംശയിക്കാതിരിക്കുക, അതേമാതിരി തന്നെ നിങ്ങൾ ധൃതി കൂട്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണ് കുറച്ച് സ്പേസ് കൊടുക്കുക. മീൻസ് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അതേമാതിരി തന്നെ നിങ്ങൾ നോ കോണ്ടാക്ട് മോഡിലല്ല കാണുന്നത്, നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു എന്താ പറയുക ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ്ങോ ആയിട്ടിരിക്കുക. ഓക്കെ, സോ ഇത് ഒരു ചെറിയ റീഡിംഗ് ആണ് ഫ്രണ്ട്സ്. ഇത് ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.